എടുത്താ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പക്കായിരിക്കും. അതങ്ങ് ചുറ്റി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നപ്പേ. സൂപ്പർ സാർ. பொய் சொல்லக்கூடாது காதலே, பொய் சொன்னாலும் നീയേ എൻ കാതലേ. നമസ്കാരം, നല്ല സ്നേഹം എല്ലാവരോടും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഇന്നത്തെ സ്പെഷ്യലാണ്. നമ്മൾ ആ രുചിയുടെ ഷാപ്പിൽ തന്നെയാണ്. മഞ്ഞക്കൂരി മപ്പാസ് എന്ന് പറഞ്ഞ സാധനമാണ്. പിന്നെ ഈ ടിപ്പിക്കലായിട്ടുള്ള അടുക്കള കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമാണ്. നല്ല ചൂടും നല്ല തീയും നല്ല പുകയൊക്കെ ഉള്ള സാധനം. ഇന്ന് അടുക്കളയ്ക്കകത്ത് കയറി നമുക്കൊരു സാധനം ചെയ്യാം. ഇനി ഇത് പഠിക്കേണ്ടവർ ഈ സാധാരണ കുക്കറി ഷോ പോലെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചട്ടി വെച്ചു എന്ന് അന്നൊന്നും പറയൂലേ. നോക്കിക്കോളണേ, ഇത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോവാം. മഞ്ഞക്കൂരി മപ്പാസ് ഇവിടുത്തെ കുക്ക് തങ്കമ്മ അമ്മയാണ്. തങ്കമ്മ. നമ്മളത് മഞ്ഞക്കൂരി മപ്പാസ് എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര രസമാണ്. അത് എല്ലാ ഷാപ്പിലും ഉള്ളൊരു സാധനമാണ്. അത്യാവശ്യം സംഭവം പാചകം ചെയ്യാൻ എനിക്കറിയാം. എങ്കിലും ഇത് തങ്കമ്മയുടെ ഒരു സഹായം കൂടെ വേണ്ടി വരും. ചട്ടി വെച്ചിട്ട് ചട്ടി വയ്ക്കണമെന്ന് പറയണം, ഭയങ്കര മോശമാണ്. അതുകൊണ്ട് കണ്ടല്ലോ. അപ്പോൾ ചട്ടി ഓക്കെയാണേ, ചൂടായി കുറച്ച് വെളിച്ചെണ്ണ അല്ലേ. തങ്കമ്മയുടെ ഒരു ചെറിയ സഹായമുണ്ട്. കാര്യം ഇത് ടിപ്പിക്കൽ അടുക്കളയാണ്. ഒരു ഷാപ്പിൽ ഇത്തിരി കരിയൊക്കെ പിടിച്ച് എന്നാൽ നല്ല വൃത്തിയുള്ള ഒരു അടുക്കളയാണ്. അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവ ഇടണം. ഉലുവ ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഈ പൊടി അല്ലേ, അതും ഇതും കൂടെ അല്ലേ. അത് ചെയ്ത് വഴറ്റി എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് പുളി വെള്ളം കേട്ടോ, വേണ്ട വാളംപുളി അല്ലേ. വാളംപുളിയുടെ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരത്ത് തേങ്ങാപ്പാൽ. കടുക് എണ്ണ ചൂടായില്ലെങ്കിൽ കടുക് ഒരുമാതിരി പൊട്ടത്തില്ല. മാത്രമല്ല കടുകിട്ട നമുക്ക് തന്നെ ഒരുമാതിരി എന്തോലെ തോന്നും. മുളക് ഇത്ര ഇടണോ? ആ മതി. സവാള വേണമല്ലോ. സവാളയും അതുപോലെ തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരുമിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ഇട്ട് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ മഞ്ഞപ്പൊടി അടുത്ത് മുളക് പൊടി അല്ലേ, ജീരകം അല്ല കുരുമുളക് പൊടി. പിന്നെ ഈ സാധനം ഒന്ന് നോക്കട്ടെ. ഇത് പഠിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണേ. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അടുത്ത് ഇച്ചിരി ഉലുവ പൊട്ടിച്ച് ഇല്ലേ, ഉലുവ പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത്രയും സാധനം കൂടെ ഇട്ടൊന്ന് വഴറ്റി ഏതാണ്ട് പരിവായി. നോക്കിയേ തങ്ങമ്മ എന്തായിരുന്നു ഇച്ചിരി കൂടെ പുളിയുള്ളോ വെള്ളം ഒഴിക്കണം. ഇത്ര ഒഴിക്കണോ നോക്കട്ടെ. 3 എണ്ണമല്ലേ ഉള്ളൂ അല്ലേ? 3 എണ്ണമേ ഉള്ളൂ. 3 സാധനം. ഈ മഞ്ഞക്കൂരി എന്ന് പറയുന്ന സാധനം എപ്പോഴും സുലഭമായി കിട്ടുന്ന ഒരു സാധനം അല്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലിട്ട് നമ്മൾ ഇത് വാളംപുളിയുടെ കുടംപുളിയുടെ കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണേ. അതിന് കറിക്ക് പുളിപ്പ് കിട്ടണം. അതില്ല മൊത്തം ഒഴിക്കണോ? വേണ്ട, മതിയല്ലോ, മതി. ഇനി ഇതിനകത്ത് പുളിയും കൂടെ ഒഴിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടെ. ഉപ്പൊന്ന് നോക്കണം അല്ലേ. ഉപ്പ് പോരെ, പുളി മേളിൽ നിൽക്കുന്നു. അപ്പം ഇച്ചിരി ഉപ്പിടണ്ടേ.
തേങ്ങാപ്പാൽ എല്ലാം ദാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞക്കൂരി ഇട്ടില്ലെങ്കിലും കൊള്ളാം കേട്ടോ. ഈ ഒരു ഗ്രേവി മാത്രം കഴിച്ചാൽ ഈ കണ്ണാപ്പല്ലാത്ത ഒരു സ്പൂണും ചെടുത്തന്നെ തങ്ങമ്മ. ആ തവി സോറി, ഒരു തവി. എന്താണെന്നറിയോ, ഇത് വേണ്ട, അല്ലാതെ തന്നെ നല്ല ഓ. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചാലേ ഈ പുളിയും, തേങ്ങാപ്പാൽ ഒഴിച്ചാലേ ഇനി പുളിയും നല്ല പുളിയും ഉപ്പുവേ ഇത് കൂടുതലായിട്ടിരിക്കുകയാണ്. നോക്കിയേ, അതെന്ത് ഗുരുവേ അല്ലേ തേങ്ങാപ്പാലും മീനും വന്ന് ഇടാവോ? നോക്കേ അമ്മ, ഇവിടെ വെള്ളം 3 മൂങ്ങണ്ടേ, മതി. ആ ഇതാടെ ഇതാണേ മഞ്ഞപ്പൂരി എന്ന് പറഞ്ഞ സാധനം. ഇത് കൃത്യമായിട്ട് ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വൈറ്റായിട്ട്. ഇത് അല്ലെങ്കിൽ കറക്റ്റ് മഞ്ഞ നിറത്തിലായിരിക്കും, മഞ്ഞ നിറത്തിൽ. അപ്പോൾ ഇന്ന് ഈ രുചിയുടെ ഷാപ്പ് ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്യണത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ഫാമിലീസ് ഒത്തിരി പേര് ഭക്ഷണം കഴിക്കാൻ വരും. ഏതാണ്ടൊരു ഉച്ച സമയമാണ്. അതുകൊണ്ടാണ് ഈ തിരക്കും ബഹളങ്ങളും, എപ്പോഴും തിരക്കും ബഹളങ്ങളും കാണും. അപ്പോൾ ഇന്ന് പിന്നെ ഞായറാഴ്ച ഉണ്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫാമിലീസ് വരുന്ന ദിവസം കൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പുറത്തോട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഈ അടുക്കളയിൽ കാറ്റ് തന്നെ ചെയ്തു. ഇതാണ് മഞ്ഞക്കൂരിയെ. എടുത്താ കണ്ടല്ലേ. മഞ്ഞക്കൂരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന സാധനം. ഒന്ന് തിളച്ച് വരണേ. ഇത് അങ്ങനെ ഒന്ന് തിളച്ച് നല്ല കൃത്യമായിട്ട് വന്നാൽ മാത്രമേ ഈ നല്ല ഇത് വേവ് വളരെ കുറവാണേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മറിച്ചിടട്ടെ, ഇതൊന്ന് മറിച്ചിടണേ. അത് ഒരു സൈഡ് വെന്ത് കേട്ടോ, ഒരു സൈഡ് വെന്ത് ഒന്ന് മറിച്ചിട്ട്. ഓ കണ്ട, ആ വെന്തപ്പോൾ അതിൻ്റെ സൈസ് കൂടിയുണ്ട്. ആയില്ലേ? ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം അതിനകത്ത്, ഇടാം അല്ലേ? പിന്നെ കലക്കി ഒഴിച്ചാൽ മതിയല്ലോ. കൈ ഇത് തേങ്ങയാണ്. തേങ്ങ നന്നായിട്ട് അരച്ച് എടുത്തിരിക്കുന്നത്. അതിൽ ഈ മഞ്ഞക്കൂരി മപ്പാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറായിരിക്കും കേട്ടോ. മീൻ മഞ്ഞയാണ്, പക്ഷെ ക്ലീൻ ചെയ്യുമ്പം വെള്ളയാണ്. ഇത്തിരി ഒരു മഞ്ഞ കളർ വേണം, അതാണ് അതിൻ്റെ ഒരു അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട മഞ്ഞ ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ടാണ്. ഇതൊന്ന് ഇച്ചിരി വെള്ളം വേണ്ട, കറക്റ്റ് അല്ലേ? ഇനി ഇതിനകത്ത് കിടന്നേ ഒന്ന് ഇത് ഈ തേങ്ങയുടെ പാലും ഇപ്പം നമ്മൾ ഒഴിച്ച സാധനം എല്ലാം കൂടെ ഒന്ന് മിക്സാകണം. അതുകൊണ്ടാണ് മഞ്ഞക്കൂരിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ താറാവ് മപ്പാസ് വയ്ക്കും പോലെ വറുത്ത് പിന്നെ പച്ചയരച്ച് വയ്ക്കും പോലെയല്ല, അത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇത് മീൻ, അത് താറാവ് അല്ലേ എന്നുള്ള ഇതേ ഉള്ളൂ. ഈ സാധനം ഇത് ഉണ്ടാക്കണോ താല്പര്യമുള്ളവരെ ഇത് നോക്കിയോ. നോക്കിയാൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? പക്ക. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പക്കയായിരിക്കും. പിന്നെ നമ്മുടെ പുളി ഇച്ചിരി മുന്നോട്ട് നിൽപ്പുണ്ട്. അല്ലെ അത് എനിക്ക് തോന്നുന്നു അല്ലല്ല, അത് ഈ കഷ്ണത്തിൽ പിടിക്കുമ്പോഴേ അതങ്ങ് പോകും. ഇച്ചിരി പുളി മുമ്പോട്ട് നിൽപ്പുണ്ട്, അത് കഷ്ണത്തിൽ പിടിക്കുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മൾ കൈ വെച്ചാൽ അത് വേറെ ഒരു ലെവലിലേക്ക് പോകുമല്ലോ. ഒന്നുമില്ല, ഒന്ന് വെറുതെ വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ ഇതിപ്പോൾ ഒന്നുകൂടെ എടുത്ത് വെച്ച് കണ്ടിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്തിരി ഉലുവായിട്ട് മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇത്തിരി പച്ചമുളക്, സവാള വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലിത്തിരി പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട്
അതിൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത്തിരി പിന്നെ വാളംപുളിയല്ല കുടംപുളിയുടെ വെള്ളം കൂടെ ഒഴിക്കുക, ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഈ ആ ഗ്രേവി തിളച്ചിട്ട് ഈ മഞ്ഞക്കൂരി എടുത്തിടുക. ഒരു സൈഡ് വെന്തതിന് ശേഷം പിന്നെ എടുത്ത് തിരിച്ചിട്ടതിന് ശേഷം ലാസ്റ്റിൽ തേങ്ങാപ്പാൽ അരച്ച് ഇടുക. ഞാൻ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞ ചേർത്തതെന്ന് പറഞ്ഞാൽ മറന്നുമല്ല, നേരത്തെ മഞ്ഞ ചേർത്തപ്പോൾ ഇത്തിരി കുറവായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിത് ഒരു ഭയങ്കര ഒരു അളന്നു നോക്കി സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അങ്ങനെ ചെയ്യാന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു ബാക്കിയുള്ള റെസിപ്പി എന്നൊക്കെ നിങ്ങൾ പറയുന്ന സാധനം. ചൂട് ഇനിയിപ്പോൾ ഇത് കടുക് വറുത്ത സാധനമാണേ. അത് നമ്മളിവിടെ എല്ലാം കൂടെ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തങ്കമ്മ അപ്പുറത്ത് നിന്ന് ചെയ്തുകൊണ്ട് വന്നതാണ്. അറിയാമല്ല, കടുക് വറുത്ത പിന്നെ പറയേണ്ട കാര്യമില്ല, എന്തൊക്കെ അതിനകത്ത് ഉപയോഗിക്കേണ്ടതെന്നുള്ള പറഞ്ഞാൽ നമുക്ക് അറിയാം. ഇതേ അതങ്ങ് ചുറ്റി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നപ്പേ. ഇനി ഇത് ഒന്ന് ചുറ്റിക്കണം, താഴ്ത്തി വെച്ച് ഒരു ചുറ്റിപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന്. ഇങ്ങനെ വെച്ചിട്ട് എങ്കിൽ ഈ കടുക് താളിച്ച സാധനങ്ങളെല്ലാം കൂടെ ഒരു ഇതിലേക്ക് വരും. ഇനി തീയിൽ വയ്ക്കണ്ട, വേണ്ട. ഇനി നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടേ ഇതിനൊന്ന് എടുക്കണമല്ലോ. ഇനി എൻ്റെ ഗ്രേവി ഉണ്ട് കേട്ടോ. ഗ്രേവി അന്യായോ. നല്ല ചൂടാണ് കേട്ടോ. ചൂട് മഞ്ഞക്കൂരി മപ്പാസ്. നമസ്കാരം. മഞ്ഞക്കൂരി മപ്പാസ് നമുക്ക് ഈ ചേട്ടന്മാർക്ക് കൊടുക്കായിരുന്നു. എങ്ങനെ ഇരിക്കണം നോക്കട്ടെ. മഞ്ഞക്കൂരി മപ്പാസ് ഒരു പീസ് പിടിച്ച് കഴിച്ചോളൂ. മഞ്ഞക്കൂരി മപ്പാസ്. ഇല്ലില്ല. ഞാൻ വെച്ചതാ. ഇല്ലേ അപ്പോൾ ചങ്ങനാശ്ശേരി രുചിയിടം റെസ്റ്റോറൻറ്റിൽ ഇന്നത്തെ മഞ്ഞക്കൂരി മപ്പാസേ ആത്മാർത്ഥമായി ഞാൻ വെച്ച് അങ്ങനെ ഇറങ്ങിയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചത്തെ ഇന്നത്തെ സ്പെഷ്യലുമായിട്ട് അടുത്ത ആഴ്ച കാണാം.